ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വിളിപ്പിച്ചു. സഫ്വാൻ എന്റെ ഭാര്യ 3 പരാതിയായിട്ട് വന്നിട്ടുണ്ട്. പ്രസിഡന്റ് ഞാൻ അറിഞ്ഞില്ല, നമ്മൾ നേരത്തെ ചോദിക്കാൻ എന്തൊക്കെയാ പരാതി വന്നത് എല്ലാം കാണുമല്ലോ. ലിസ്റ്റ് വായിക്കുമ്പോൾ ഓരോരോ തലാഖിന്റെ ലിസ്റ്റുകൾ വായിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഭർത്താവിന്റെ കുറ്റങ്ങൾ പറഞ്ഞു. ഭാര്യയുടെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ കുറെ കുറ്റങ്ങൾ കാണുമല്ലോ. എന്നാൽ ഈ കുറ്റം കാണുമോ? എന്താണ്? ഒന്ന്, സുബഹി നിസ്കരിക്കൂല, സുന്നത്ത് നിസ്കരിക്കുമ്പോ എന്നെ അടിക്കുന്നു. 3, സുന്നത്ത് നോമ്പെടുക്കാൻ സമ്മതിക്കുന്നില്ല. സഫ്വാൻ പറഞ്ഞു ശരിയാണോ? നീ എന്തേ ഇവള് നിസ്കരിക്കുമ്പോ ഇവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബിയേ, ഞാൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോ എനിക്കൊന്ന് ഭക്ഷണം വിളമ്പി തരാൻ, വെള്ളം തരാൻ എന്റെ ഭാര്യയല്ലാതെ എനിക്ക് മറ്റാരുമില്ല. ഞാനങ്ങ് വളരെ ദൂരത്ത് നിന്ന് വന്ന് വീട്ടിൽ ഞാൻ വിശ്രമിക്കുന്ന സമയത്ത് ഇവള് നമസ്കാരത്തോടെ നമസ്കാരമാണ്, ദീർഘനേരം നിന്ന് നമസ്കരിക്കലാണ്. കുറെ ദിവസങ്ങളൊക്കെ ഞാൻ അവളെ ഉപദേശിച്ചു നോക്കി നബിയേ. ആ ഉപദേശത്തിൽ നിന്ന് അവൾ മനസ്സിലാക്കിയിട്ടതിൽ നിന്ന് പിന്മാറുന്നില്ല. എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ വേണ്ടി എനിക്ക് ഭക്ഷണം വിളമ്പി തരാൻ എന്റെ ഭാര്യയില്ല, അവൾ നമസ്കാരത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, മോളെ, അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരി. ഫർള് നിസ്കാരമല്ല കേട്ടോ, സുന്നത്ത് നിസ്കാരം. അല്ല ഓരോ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞ് കെട്ടിയമ്മ നടിച്ച സുജൂദി പോകുമ്പോ ഒരു ചവിട്ടം കൊടുത്താ പിന്നെ അല്ലാതെ നിസ്കരിക്കാതെ ഇയാൾക്ക് പറയാ ജാമ തരാം. ഫർള് നിസ്കാരത്തിനല്ല, സുന്നത്ത് നിസ്കാരം. കൈകൊണ്ട് 3 യാസീനൊക്കെ വിശക്കട്ടെ, കളവൻ കുറെ വിശക്കട്ടെ, അങ്ങനെയൊക്കെ വിട്ടാലോ. വേറെ പണിയാന്നല്ല, നിസ്കാരത്തിലാകുമ്പോ എന്നൊന്നും ചെയ്യൂല. ചാറ്റിംഗ് എന്ന് പറഞ്ഞില്ല എന്നെ കുറ്റം പറയുന്നത്. ഇപ്പൊ എന്നെ ഒന്ന് അടി, ഞാൻ നോക്കട്ടെ, നീ ഒന്ന് അടിക്കാൻ. ഭയങ്കര സന്നെ, പെണ്ണുങ്ങളെ കളിക്കാൻ പറ്റത്തില്ല. സാധനം കാന്താരിയാ, കാന്താരി. പിന്നല്ലാതെ നമ്മള് തെറ്റ് ചെയ്യുമ്പോ എപ്പോഴും അത് കുറ്റം പറയാം. നിസ്കരിക്കുമ്പോ ഇയാളെ കുറ്റം പറയൂല, എന്നാ പണിയെടുക്കാതെ. അങ്ങനെ ദീർഘിച്ചുള്ള നിസ്കാരം, സുന്നത്ത് നിസ്കാരം, ദീർഘനേരം. പറഞ്ഞു, മോളെ, ഒരു ഭർത്താവിന്റെ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കണം. നമ്മളൊക്കെ പെണ്ണുങ്ങൾ പറയില്ലേ. പിന്നെ മുസ്ലിയാക്കന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചോറ് വെച്ചു കൊടുക്കണ്ട, പിന്നെ വസ്ത്രം കഴുകി കൊടുക്കണ്ട, തുണി കഴുകി കൊടുക്കണ്ട, വീട് തൂക്കണ്ട, ഇതൊക്കെ പിന്നെ പറയുകയും ചെയ്തിട്ട് പിന്നെ ചാപ്പാട് വിളമ്പി കൊടുക്കണമെന്നും കൂടെ പറഞ്ഞു. ഇതേത് മുസ്ലിയാരാപ്പാ? പണ്ടുപോലെ മുസ്ലിയാക്കന്മാരൊക്കെ പെണ്ണുങ്ങളെ കുറച്ച് പദവി ഇച്ചിരി തള്ളി വിടുന്ന അന്ന് പൊങ്ങിക്കോട്ടെ ഓർത്ത് എന്നും പറഞ്ഞ് ചാപ്പാട് നമുക്ക് വിളമ്പിത്തരാൻ നീ തയ്യാറില്ലെങ്കിൽ തൊട്ട അയൽവക്കത്ത് ആമിനടുത്ത് നമ്മള് പോകും. ആമിന ചോറ് വിളമ്പിത്താണ്. നമ്മള് നോക്കിയിരിക്കുക സംഭവം. നീ എപ്പോ ഉപരോധം ഏർപ്പെടുത്തിയോ അപ്പോഴേ അടുത്ത ഫോൺ വിളിക്കാൻ റെഡിയാണോ? ഞാൻ ദാ വരുന്നു, ബൈക്ക് കൊടുത്തിട്ട്. അവള് അതിൽ പൂച്ചണ്ട് പാടി നിൽക്കുക, ഇങ്ങോട്ടൊന്ന് വാ, ഞാൻ സ്വീകരിച്ചോളാന്ന് പറഞ്ഞിട്ട് സംഭവം ഒന്നും കിട്ടിയില്ലേ? പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഇത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ഈ പറയുന്നത്. അതുകൊണ്ട് പൈസ കൊടുക്കാൻ വെച്ചേക്കുന്ന പൈസ പിന്നെ അയാൾക്ക് ഞാൻ കൊടുക്കാൻ പോയില്ല പൈസ. ചിലപ്പോ അറിയത്തില്ല സംഭവം ഇല്ലേ. അങ്ങനെയൊന്നുമില്ല. വടക്കുന്നുള്ള പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങളല്ലേ, നമുക്കറിയാം. ഇവിടെ ഉള്ളവർക്കല്ല, നമുക്ക് ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നതിന്റെ വിഷമം കൊണ്ടങ്ങ് പറഞ്ഞു പോന്നേ ഉള്ളൂ. ഈ തലാഖൊക്കെ ചെറിയ പ്രശ്നങ്ങൾക്ക് അബീബായി തലാഖ്. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും കുറ്റമുണ്ട്, രണ്ടും പരിഹരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങോട്ട് മാറിപ്പെടാൻ തിരിച്ചു വരും. നിക്കാഹ് നടത്തുമ്പോ നമ്മൾ ഇംസാക്കും മഅറൂഫ്, നല്ല നിലയിൽ അവളെ സ്വീകരിക്കാം. രണ്ടാമത് ഔ തസ്രീഹും ബിഇഹ്സാൻ, ഇനി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ നല്ല നിലയിൽ ഞാൻ അവളെ ഒഴിവാക്കാം. അതിന് മാന്യത കാണിക്കുന്നതാണ് ഈ ഒഴിവാക്കുന്നതിലും. എത്രത്തോളം എന്ന് വെച്ചാൽ തസ്രീഹ് ബിഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇവളെ ഒഴിവാക്കുമ്പോ ഭർത്താവിന്റെ വണ്ടിയിൽ ഇവളെ കയറ്റി ഭർത്താവ് കൊണ്ട് വീട്ടിൽ വിടണം. അതാണ് കറക്റ്റ്. അങ്ങനെയാണോ ഇപ്പൊ നടക്കുന്നത്? പള്ളിയിൽ വന്നിട്ട് കമ്മിറ്റി ഓഫീസിൽ അടിയും പഴക്കം ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ വണ്ടിയുടെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കുള്ളൂ ആദ്യം. പിന്നെ അതിനകത്ത് അങ്ങനെ കയറ്റി ഇരുത്തിക്കൊണ്ട് പോകാൻ സമ്മതിക്കുമോ? യഥാർത്ഥത്തിൽ അങ്ങനെയാണ് തലാഖ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചൊല്ലി അങ്ങനെ സമാധാനമായിട്ട് കൊണ്ടുവരാത്തോട്ട് പെടണം. അതാണ് അതിന്റെ രീതി. പക്ഷെ അങ്ങനെ തസ്രീഹും ബിഇഹ്സാൻ എത്ര എടുത്തിട്ട് ചർച്ചകൾ, അങ്ങോട്ട് വിട്ട് ചർച്ച, നമ്മുടെ പെണ്ണുമ്പിള്ള അങ്ങോട്ട് കൊണ്ടുപോട്ട് എന്നിട്ട് അവിടെ ഇവിടെ ഇരുത്തി പ്രസിഡന്റിനെ പുറത്തിരുത്തി, സെക്രട്ടറിയെ പുറത്തി, അന്യപുരുഷന്മാരെടുത്തി അവളെ ഇവിടെ ഇരുത്തി ചോദ്യം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദ്യമാണ്. രഹസ്യങ്ങൾ മൊത്തം അങ്ങോട്ട് പരസ്യപ്പെടുത്തി അങ്ങോട്ട് പറയാണ്.
അവൾ എന്തൊക്കെയാ പറയുന്നത്, അവൻ എന്തൊക്കെയാ പറയുന്നത്. 20 വർഷം ദാമ്പത്യ ജീവിതം സന്തോഷമായിട്ട് കഴിച്ചുകൂടിയ ഈ കുടുംബമേ ഒരു സുപ്രഭാതത്തിൽ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു നന്ദിയില്ലേ? ഒരു നന്ദിയില്ല. 20 വർഷം നിങ്ങൾ ഒരുമിച്ച് ഇണകളായിട്ട് കഴിഞ്ഞവരല്ലേ. ഒരു ചെറിയ ഒരു പ്രശ്നം വന്നപ്പോ ഇങ്ങനെ ഇട്ട് പച്ചയ്ക്ക് പറയണോ, ഇങ്ങനെ അലക്കണോ? എന്ത് വേണ്ടെങ്കിൽ വേണ്ട, സന്തോഷമായിട്ട് പിരിച്ചു വിട്ടേരെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഐബുകൾ വെളിപ്പെടുത്താൻ പോണെന്തിന്? ഈ ഐബുകൾ വെളിപ്പെടുത്തുന്ന ഒരിക്കലും അത് വെളിപ്പെടുത്താൻ പാടില്ല. അങ്ങനെയൊന്നും ഐബുകൾ വെളിപ്പെടുത്താൻ പാടില്ല. ആരുടെയെങ്കിലും ഐബുകളെ ന്യൂനതകളെ വെളിപ്പെടുത്തിയാൽ അള്ളാഹു അവന്റെ ഐബ് വെളിപ്പെടുത്താതെ അവന്റെ റൂഹിനെ പിടിക്കുകയില്ല. അതായത് ശ്രദ്ധിച്ചോ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഒരു ഭർത്താവിന്റെ ഭാര്യയുടെ കടമ എന്താ? ഒരു ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കണം, പാചകം ചെയ്ത് കൊടുക്കണം. ആയിഷ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അലി റളിയല്ലാഹു അൻഹുമായിട്ട് വഴക്കുണ്ടായ സമയത്ത് അവരെ രണ്ടുപേരെയും യോജിപ്പിലും രമ്യതയിലും എത്തിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, മോളെ ഫാത്തിമ, അലിയേ, അൽ ഹയാഉ തതകാഫഉ വ തതആവനു. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പരം രണ്ടുപേരുടെ സഹകരണമാണ് മോളെ. പരസ്പരം രണ്ടുപേരും ഇതിലെ പങ്കാളിത്തം വഹിക്കണം, മിംഗ്ലിംഗ് ആകണം. അതാണ് കുടുംബജീവിതം. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വജഅല അലാ ഫാത്തിമത ഖിദ്മത്തുൽ ബൈത്ത്. മോളെ ഫാത്തിമ, നിന്റെ ഭർത്താവിന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കണേ, അവൾക്ക് അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ആഗ്രഹം നീ സഫലീകരിച്ചു കൊടുക്കണേ, പൂർത്തിയാക്കി കൊടുക്കണേ. അപ്പൊ കണ്ടോ, അപ്പൊ ആരാ ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടത്? ഭർത്താവിന്. ഭാര്യ അല്ലേ? പിന്നെ ഭാര്യ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വിളിക്കാൻ നിസ്കാരത്തിലും വിളിച്ചാൽ കിട്ടുമല്ലോ, ടിവിയിലും അവളിങ്ങനെ സീരിയലും കണ്ടുകൊണ്ടിരുന്ന പിന്നെ അങ്ങനെ റാഹത്താവുക. അദ്ദേഹത്തിന് ദേഷ്യം വരില്ലേ? ചിലപ്പോ വിശന്നിട്ടായിരിക്കും വരിക. അദ്ദേഹം വന്ന ഉടനെ തന്നെ കൈയും കാലും കഴുകുമ്പോ മേശപ്പുറത്ത് ഭക്ഷണം റെഡിയായിരിക്കണം. ഭയങ്കര സന്തോഷമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയെ ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ട് രണ്ടാമത് നോമ്പ് പിടിക്കുന്ന സമയത്താണ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലേ. അത് ശരി തന്നെയാണ്, ഞാനൊരു വിറക് കച്ചവടക്കാരനാണ് നബിയേ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കിലോമീറ്റർ മൈലുകൾക്കകലെ പോയിട്ടാണ് വിറക് ശേഖരിച്ചു കൊണ്ടുവരിക. ഒരു പക്ഷേ ഞാൻ എത്തുമ്പോ പാതിരാ സമയങ്ങൾ കഴിഞ്ഞിരിക്കും നബിയേ. ആ സമയത്ത് ശാരീരികമായി എന്റെ ഭാര്യയെ എനിക്ക് ബന്ധപ്പെടാനുള്ള സാഹചര്യമോ സന്ദർഭങ്ങളോ എനിക്ക് ലഭിക്കുകയില്ല. ഒരുപക്ഷെ എനിക്ക് പകലിന്റെ സമയത്താണ് അതിനുള്ള സൗകര്യം ലഭിക്കുക. അങ്ങനെ ഞാൻ എന്റെ പകൽ സമയത്ത് എന്റെ ശാരീരികമായി എന്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ ഒരുങ്ങുമ്പോ അവൾ പല സന്ദർഭങ്ങളിലും സുന്നത്ത് നോമ്പിലായിരിക്കും. ഞാൻ പലകുറി പറഞ്ഞു നോക്കി, അവളത് സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് നബിയെ ഞാൻ അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിച്ചത്. നബി തങ്ങൾ പറഞ്ഞു, മോളെ, സഫ്വാൻ പറയുന്നതാണ് യാഥാർത്ഥ്യം. ശരിയല്ലേ? ഗൾഫിൽ നിന്ന് 2 വർഷം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വരുക. ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് തിങ്കളാഴ്ച രാവിലെ എയർപോർട്ടിൽ പറഞ്ഞ അവളും വന്ന് എല്ലാവരും വന്ന് തിങ്കളാഴ്ച രാവിലെ വന്ന് പിള്ളേരെ ചോക്ലേറ്റ് കൊടുത്ത് സ്കൂളിൽ വിട്ടിട്ട് ഇവളെ പ്രാപിക്കാൻ പോകുമ്പോൾ മഗ്രിബ് വരെ 3 വർഷം സബൂറാക്കിയത് പോലെ ഇനി മഗ്രിബ് വരെ സബൂറാക്കണോ? ഇത് കാണിക്കുന്ന ഏറ്റവും വലിയ ദുൽമാണ്, അക്രമമാണ്. സുന്നത്ത് നോമ്പ് ഫർളോമാണെങ്കിൽ ഫ്രീ ആക്കി തരാം. സുന്നത്ത് നോമ്പിന്റെ കാര്യം ഈ പറഞ്ഞത്. അപ്പൊ ബഹുമാനോടെ സഫ്വാൻ പറഞ്ഞു, ഞാൻ ചെയ്തതല്ല ശരി. മൂന്നാമത് സുബഹിസ്കരിക്കാതെ കിടന്നത്. ചില സന്ദർഭങ്ങളിൽ ഞാൻ വിറക് വെട്ടിയിട്ട് വരുമ്പോ ഉറങ്ങിപ്പോകലാണ്. എല്ലാ ദിവസവും ഇല്ല. അതും കൂടെ ഓർക്കണം. നമ്മുടെ കാക്കാമാര് ഒരു അതീത് നോക്കിയിരിക്കുവായിരുന്നു. വളച്ചവനെ ഇഷ്ടാനുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. സുബഹിസ്കരിക്കാതെ ഉറങ്ങാൻ പറ്റില്ല. അതീത് ഇപ്പോഴാണ് കിട്ടിയത്. നല്ല ഉറങ്ങാനുള്ള സംഭവം. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വിറക് വെട്ടിട്ട് വരുമ്പോ ഒരു പക്ഷേ സുബഹിയോടടുത്ത സമയത്തായി പോകും. അങ്ങനെ ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നതാണ്. അതല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സുബഹിയും ഖളാക്കാറില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അങ്ങനെ ഉറങ്ങിപ്പോയാൽ ഉണർന്ന ഉടനെ നീ സുബഹി നമസ്കരിക്കണേ. 3 കാര്യവും ആ ഭർത്താവിന് അനുകൂലമായിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ചു. രണ്ടുപേരെയും സന്തോഷിപ്പിച്ച് തന്നെ പറഞ്ഞു വിട്ടു. അപ്പൊ ഒരു വീട്ടിലത്തെ ഖിദ്മത്ത് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത പെണ്ണിന്റെ ബാധ്യത. വജഅല അലാ അലിയൻ അൽ ഖിദ്മത അൽ കസ്ബ വൽ അമല. പുറത്തുപോയി സമ്പാദിച്ചു കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബാധ്യത ഈ ഭർത്താക്കന്മാരുടെ ബാധ്യതയാണ്. നമ്മുടെ ബാധ്യതയാണ്. നമ്മളാണ് ചെയ്തു കൊടുക്കേണ്ടത്.
നമ്മുടെ മേൽ കുറച്ച് ഹക്കുണ്ട്, അവരുടെ മേലും കുറച്ച് ഹക്കുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഹജ്ജത്തുൽ വദാഇൽ ഹബീബായ തങ്ങൾ ഉഗ്ര പ്രഭാഷണം നടത്തിയ കൂട്ടത്തില് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, പുരുഷന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട് കടമകളുണ്ട്. സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കടമകളുണ്ട്. സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള കടമകൾ എന്താ? നിങ്ങളുടെ കട്ടില്, നിങ്ങളുടെ ബെഡ്റൂം, അവളത് സൂക്ഷിക്കട്ടെ, അവള് സൂക്ഷിക്കട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരാളെയും ബെഡ്റൂമിൽ പ്രവേശിപ്പിക്കരുത്. അദ്ദേഹത്തിന് വെറുപ്പുള്ള ഒരാളെയും പെങ്ങളെ നിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തരുത്. ഇത് അല്ലാഹുവിന്റെ റസൂല് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നമ്മുടെ സഹോദരിമാർക്ക് നൽകിയ ഉപദേശമാണ്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു അന്യ പുരുഷനെ തന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കൽ ഒരു ഭാര്യയ്ക്കും അനുവദനീയമില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വർഗ സ്ത്രീകൾ ആരെന്നറിയോ സഹാബ? സ്വർഗ സ്ത്രീകൾ ആരെന്നറിയോ സഹാബ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ജിജ്ഞാസയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആവേശത്തോടെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കേട്ടിരിക്കുകയാണ്. ഒന്ന് പറയൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇംറഅത്തുൻ അഫീഫത്തുൻ തായിഅത്തുൻ ലില്ലാഹി വലിസൗജിഹാ. സാംസ്കാരിക ബോധമുള്ള പെണ്ണെ, നീ സ്വർഗത്തിലാണ്. നിന്റെ ഭർത്താവിനെ അനുസരിക്കുന്നവളായി മാറണം, അതേപോലെ അള്ളാഹുവിനെയും വഴിപ്പെടുന്നവളായി മാറണം. അങ്ങനെ മാറിയാൽ നിനക്ക് സ്വർഗമല്ലാതെ മറ്റു പ്രതിഫലമില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ രണ്ടാമത് പറയുകയാ, ഇംറഅത്തുൻ സാബിറത്തുൻ വലൂദുൻ. കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാണ്. സാബിറത്തുൻ ഖാനിഅത്തുൻ ബിൽ യസീരി മഅ സൗജിഹാ. തന്റെ ഭർത്താവ് കൊണ്ടുവരുന്നത് കൊണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ക്ഷമിച്ചു ജീവിക്കുന്ന പെണ്ണ്. അതേപോലെ നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് ബോധവൽക്കരണം നടത്തിയിട്ട് പറഞ്ഞു, പെണ്ണേ, ഒരു വിഭാഗം പെണ്ണ് നരകത്തിലാ. ഏത് പെണ്ണെന്നറിയോ? ഇംറഅത്തുൻ ലാ തുതി, ഇംറഅത്തുൻ തുതിഖു സൗജഹാ, ഇംറഅത്തുൻ തുതി സൗജഹാ മാ ലാ യുതീഖ്. ഒരു ഭർത്താവിനെ കൊണ്ടെടുക്കാൻ പറ്റാത്ത പണി എടുപ്പിക്കുന്ന പെണ്ണേ, ഒരു ഭർത്താവിനെ കൊണ്ട് എനിക്ക് പറ്റില്ല എന്റെ പൊന്നെ, എന്റെ തങ്കക്കുടമേ, എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് പൈസ ഇല്ല, നിനക്ക് 1 കിലോ ആട്ടിറച്ചി വാങ്ങി തരണമെന്ന് കൊതിയുണ്ട്, പക്ഷേ എനിക്കിന്നതിന്റെ പൈസ കിട്ടിയിട്ടില്ല, 700 രൂപയാണ്. നിനക്ക് നെയ്മീൻ വേണമെന്ന് നീ വാശി പിടിക്കുന്നു, പക്ഷേ എന്റെ കൈവശം പൈസ ഇല്ല, കുറച്ചൊന്ന് ക്ഷമിക്കണം. നിനക്ക് 2000 രൂപയുടെ വസ്ത്രം വേണമെന്ന് നീ വാശി പിടിക്കുന്നു, പക്ഷേ ഞാൻ ഇന്ന് പട്ടിണിയിലാണ്, എനിക്ക് അതിനുള്ള ഗതിയില്ല, അതുകൊണ്ട് നീ ഒന്ന് ക്ഷമിക്കണേ എന്ന് തന്റെ ഭാര്യയോട് പറയുമ്പോ, ഇല്ല 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 ഇല്ല, 50 പവൻ തന്നിട്ടല്ലേ എന്നെ നിങ്ങൾ കെട്ടിയെടുത്തോണ്ട് വന്നത്, എന്റെ വാപ്പ വെറുതെ അല്ലല്ലോ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, എനിക്ക് വേണ്ടത് മുഴുവൻ തന്നിട്ടല്ലേ വിട്ടത്, ഞാനിപ്പോ 2000 രൂപ നിങ്ങളടുത്ത് ചോദിച്ചപ്പോ അതിനെന്തേ നിങ്ങൾ മടി കാണിക്കുന്നത്? ശരി തന്നെയാ പെങ്ങളെ, ഒരുപാട് നിന്റെ ഉപ്പ കൊടുത്തിട്ടാണ് നിന്നെ പറഞ്ഞു വിട്ടത്, പക്ഷെ എപ്പോഴും തന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസ കാണണമെന്നില്ല. അദ്ദേഹത്തിന്റെ കൈവശം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിനെ നീ നിർബന്ധിക്കല്ലേ മോളെ. അങ്ങനെ നീ നിർബന്ധിച്ചു പോയാൽ ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, പെങ്ങളെ, അവള് നരകത്തിലാണ്, അവള് നരകത്തിലാണ്. ഒരു പക്ഷേ ആ ഭർത്താവ് മാറിയിരുന്ന് തേങ്ങലടിച്ച് കരയേണ്ടി വരും. അല്ലാ, ഞാൻ അവളിൽ നിന്നത് കേൾക്കേണ്ടി വന്നല്ലോ, എന്റെ സാഹചര്യമാണ്. 50 പവൻ അവളുടെ വാപ്പ തന്നതാണ്, അത് ഞാൻ വിറ്റ് നിന്നില്ല, അത് വിറ്റിട്ട് ഞങ്ങൾ വീട് വാങ്ങി പഠിച്ചവനെ, എന്റെ കൈവശം ഇന്ന് പൈസ ഇല്ല, ഞാൻ ഇന്ന് പണിക്ക് പോയില്ല, ഇന്ന് പണിയില്ല. അവൾ 2000 ചോദിച്ചു, എന്റെ കൈവശം കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ അവൾ എന്നോട് ദേഷ്യപ്പെടുകയാണ്. അല്ലാ എന്ന് ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ കണ്ണ് ഈറനണിഞ്ഞാൽ, പൊന്നു പെങ്ങളെ, നിന്റെ സങ്കേതം നരകത്തിലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരു ഭർത്താവിനെയും ഇല്ലാത്ത പറ്റാത്ത പണിയെടുക്കാൻ നിർബന്ധിക്കരുതേ.
ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്വർഗ്ഗ സ്ത്രീകളെ കുറിച്ച് വീണ്ടും പറയുകയാണ്, ഇംറഅത്തുൻ ദാതു ഹയാ, ലജ്ജയുള്ള പെണ്ണെ അവൾ സ്വർഗത്തിലാണ്. തന്റെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോ, തന്റെ ഭർത്താവ് ഗൾഫിൽ പോകുമ്പോ, തന്റെ ഭർത്താവ് മറ്റേതെങ്കിലും ആവശ്യത്തിൽ തന്റെ വീട് വിട്ട് പുറത്തിറങ്ങി പോകുമ്പോ, തന്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട തന്റെ ശരീരത്തെ മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാത്ത പെണ്ണെ, തന്റെ ഭർത്താവ് ചോര നീരാക്കി അധ്വാനിച്ചു കൊണ്ടുണ്ടാക്കിയ ഈ സമ്പത്ത് കാമുകന് വേണ്ടി പിണ്ടം വെക്കാത്ത പെണ്ണെ, അവള് സ്വർഗത്തിലാണ്, അവള് സ്വർഗത്തിലാണ്, അവള് സ്വർഗത്തിലാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി. തന്റെ ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവന്ന പണം കാമുകന് വേണ്ടി അവള് പണയപ്പെടുത്തുകയാണ്, കാമുകന് വേണ്ടി കൊടുക്കുകയാണ്. തന്റെ ഭർത്താവിലൂടെ ഉണ്ടായ സന്താനത്തെ ഞെക്കിക്കൊല്ലുകയാണ്. കാമുകനുമായിട്ടുള്ള 2 ദിവസത്തെ ജീവിതത്തിന് വേണ്ടിയാ, അവന്റെ 2 തുള്ളി ഇന്ദ്രിയത്തിന് വേണ്ടിയാണ് നിന്റെ വയറ്റിന് നീ കാത്തു സൂക്ഷിച്ച ചോരക്കുഞ്ഞിനെ നീ കൊന്നുകളയുന്നത്, ആ ചോരക്കുഞ്ഞിനെ നീ വിൽക്കുന്നത്. നിന്റെ ഭർത്താവ് നിന്നോട് 10 വർഷക്കാലത്തോളം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിനക്ക് എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു തന്നില്ലേ, എന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി തന്നില്ലേ പെങ്ങളെ? ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു കാമുകം നിന്നെ പ്രണയിച്ചതിന്റെ പേരിൽ ആ 10 വർഷം നിനക്ക് സ്നേഹം തന്ന ആ ഭർത്താവിനെ നീ വഞ്ചിച്ചിട്ടല്ലേ ഏതെങ്കിലും ഒരു പകയന്റെ പിന്നാലെ പോകുന്നത്? അവൻ നിന്നെ താലോലിക്കുമെന്ന് കരുതുന്നുണ്ടോ? അവൻ എന്തിനാണ് നിന്നോട് റൊമാന്റിക് വർത്തമാനങ്ങൾ പറയുന്നത്? നിന്റെ പാവാടക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ മണിരത്നം ആസ്വദിക്കാൻ വേണ്ടിയാണ് പെങ്ങളെ. അത് ആസ്വദിച്ചു കഴിഞ്ഞാൽ ചവറ്റുകൊട്ടയിലേക്ക് നിന്നെ അവൾ വലിച്ചെറിയും, അവൻ വലിച്ചെറിയും. നിന്റെ രഹസ്യങ്ങൾ അവൻ ഒപ്പിയെടുക്കും, അത് യൂട്യൂബിലൂടെ അത് വ്യാപിപ്പിക്കും. അവസാനം നിന്റെ ഒളിപ്പിച്ചു വെച്ചിരുന്ന നിന്റെ ചൈതന്യമുണ്ടല്ലോ, നിന്റെ രഹസ്യമുണ്ടല്ലോ, ലോകം അത് കണ്ട് രസിക്കാൻ തുടങ്ങുമ്പോ പൊന്നു പെങ്ങളെ 19 വർഷം 20 വർഷം 25 വർഷം 30 വർഷം എന്റെ കാത്തു സൂക്ഷിച്ച ചാരിത്രം ഇതാ യൂട്യൂബിൽ കിടന്ന് കളിക്കുന്നത് നിന്റെ ആങ്ങളമാര് കാണുകയാണ്. നിന്റെ ഉപ്പാപ്പമാര്, നിന്റെ കൊച്ചാപ്പമാര്, നിന്റെ ആ മാമന്മാര് ഇത് കണ്ടിട്ട് സഹിക്കവയ്യാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവസാനമായി അല്ലാഹുവേ നീ ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക്, നരകത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് എടുത്ത് ചാടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഈ ഇരിക്കുന്ന പെണ്ണുങ്ങൾ കേൾക്കണേ പെങ്ങളെ. വടക്കുംതല ജമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോ അതൊരു നല്ല മയ്യത്തായിരിക്കണം, മറിച്ച് ആത്മഹത്യ ചെയ്ത മയ്യത്താണോ? ഞങ്ങളുടെ കടമയാണ് നിന്നെ നമസ്കരിപ്പിക്കുക എന്നത്. പക്ഷേ ആ നമസ്കാരം കൊണ്ട് മോളെ നിനക്ക് ഗുണമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ് സദഖ റസൂലുള്ളാഹ്, സദഖ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ സത്യമാണ് ലോകത്ത് വിളമ്പി തന്നത് പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ കളവ് പറഞ്ഞിട്ടില്ല. നഊദു ബില്ലാഹ്. ഒരാൾ പോലും നരകത്തിൽ പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഹബീബായ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഈ സന്ദർഭത്തിൽ എന്റെ പൊന്നു പെങ്ങന്മാരുടെ മനോമുഖരത്തിലേക്ക് ഞാനിതാ ഇട്ടു തരികയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതൊന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൻ ഖതല നഫ്സഹു ബിശൈഇൻ ഫിദ്ദുനിയാ ഉദ്ദിബ ബിഹാ ഫിൽ ആഖിറ. ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ ഭൗതികമായ ലോകത്ത്, ക്ഷണികമായ ലോകത്ത് അവൾ ചാവാൻ ഏതെങ്കിലും മോശമായ വഴികളാണ് തെരഞ്ഞെടുത്തതെങ്കിൽ അതേ അവസ്ഥയിലാണ് നാളെ നരകത്തിൽ കിടക്കുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒന്നുകൂടെ വിശദീകരിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വമൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ വമൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ ഫഹദീദതുഹു ഫീ യദിഹി യതവജ്ജഉ ബിഹാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ഭർത്താവ്
ഭർത്താവുമായി പിണങ്ങിയിട്ടോ കാമുകനുമായി പിണങ്ങിയിട്ടോ പ്രണയ നൈരാശ്യത്തിന്റെ പേരിലോ സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിലോ അപമാനം താങ്ങാൻ കഴിയാത്തതിന്റെ പേരിലോ ബ്ലേഡ് എടുത്ത് നീ ഞരമ്പ് മുറിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ, കത്തിയെടുത്ത് കുത്തിച്ചാത്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ട്രെയിനിന്റെ അടിയിൽ തല വെച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ആ ഇരുമ്പ് തന്നെ നാളെ നിന്റെ കൈകളിൽ അല്ലാഹു നൽകുകയാണ്. ആ ഇരുമ്പിന്റെ കഷണം കൊണ്ട് നിന്റെ ശരീരത്തെ നീ കീറി മുറിച്ചുകൊണ്ടിരിക്കും. എവിടെയാണ് എവിടെയാണ് ഫീനാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. നരകത്തിലാണ് പെങ്ങളെ, നരകത്തിലാണ് പെങ്ങളെ. ഈ ദുനിയാവിൽ നീ മരിക്കാൻ ആത്മഹത്യ ചെയ്ത, ആത്മഹത്യ ചെയ്യാൻ ഏതൊരു വഴിയാണോ നീ സമീപിച്ചത്, ഏതൊരു വഴിയാണോ നീ സ്വീകരിച്ചത്, അതേ അവസ്ഥ തന്നെയാ കാലാകാലം നരകത്തിൽ നിനക്കുണ്ടാവുക എന്ന് ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി. വമൻ ശരിബ സുമ്മൻ ഫഖതല നഫ്സഹു യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ആരെങ്കിലും വിഷം കഴിച്ചിട്ട് തന്റെ ശരീരത്തെ ആത്മാഹുതിയിലേക്ക് നയിച്ചാൽ നാളെ നരകത്തിലും അതേ കഠിനമായ വിഷത്തിന്റെ കോപ്പ നിന്റെ കൈകളിൽ നൽകപ്പെടുമത്രേ. അത് കുടിച്ചുകൊണ്ട് കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരും പെങ്ങളെ. വമൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു യതറദ്ദാ ബിഹി ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ഭർത്താവിനോട് ദേഷ്യപ്പെട്ടിട്ട് തൂങ്ങിച്ചാവാൻ പോയാൽ, പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ തൂങ്ങിച്ചാവാൻ പോയാൽ, സൂയിസൈഡ് പോയിന്റിൽ പോയിട്ട് വലിയ പാറക്കല്ലിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടിയാൽ തന്റെ കുടുംബക്കാര് ഞങ്ങളുടെ കല്യാണം നടത്തി തരികയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കാമുകയും കാമുകനും നേരെ പോവുകയാണ്. കൊടൈക്കനാലിന്റെ സൂയിസൈഡ് പോയിന്റിലേക്ക് പോവുകയാണ്, ഇടുക്കിയിലെ സൂയിസൈഡ് പോയിന്റിലേക്ക് പോവുകയാണ്. രാമക്കൽമേടിന്റെ ആ മലമുകളിൽ കയറി നിന്ന് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് എടുത്തു ചാടി ചാവുകയാ. എന്റെ പൊന്നു പെങ്ങളെ, ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്. ആരെങ്കിലും മലയുടെ മുകളിൽ നിന്ന് എടുത്തു ചാടിയിട്ട്, ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടിയിട്ട്, കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടിയിട്ട്, ഏതെങ്കിലും ഫാനിൽ നീ തൂങ്ങിയിട്ട് അതിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി നിന്റെ കഴുത്തിൽ കയറ് കുരുങ്ങി ചത്തുപോയാൽ യതറദ്ദാ ബിഹി ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. കാലാകാലവും നരകത്തിലും അതേ അവസ്ഥയിൽ കഴിയേണ്ടി വരുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊന്നും മരണത്തെ സ്വീകരിക്കണ്ട. ഈ മരണം നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ആ മയ്യത്ത് കൊണ്ടുവന്നാല് നല്ലവരൊക്കെ മാറി നിൽക്കണമെന്നാണ് മാലിക് ഇമാം പറയുന്നത്. ആത്മഹത്യ ചെയ്യപ്പെട്ട മയ്യത്ത് കൊണ്ടുവന്നാൽ നല്ല നല്ല മനുഷ്യന്മാര് മാറി നിൽക്കണേ, മഹത്തുക്കള് മാറണേ. പക്ഷേ ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് ആത്മഹത്യ ചെയ്യപ്പെട്ട മയ്യത്ത് കൊണ്ടുവന്നപ്പോ അള്ളാന്റെ റസൂലിനോട് ഒരാള് പറഞ്ഞു, നബിയേ ഇത് ആത്മഹത്യ ചെയ്ത മയ്യത്താണ്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, നീ കണ്ടോ? നബി തങ്ങളോട് സഹാബി പറഞ്ഞു, ഞാൻ കണ്ടു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദല്ല ഉസല്ലി അലൈഹി, എങ്കിൽ ഞാൻ ഈ മയ്യത്ത് നമസ്കരിപ്പിക്കുന്നില്ല. നമ്മളെ ബാധ്യത നമ്മൾ നിസ്കരിപ്പിക്കുന്നു, പിന്നെ ബാക്കി അള്ളാന്റെ കൈകളിലാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നരകം 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 നരകം. പ്രണയ നൈരാശ്യം നരകം നരകം നരകം. അതുകൊണ്ട് ഭാര്യ ഭർത്താവിനോടുള്ള കടമ നിറവേറ്റ്, ഭർത്താവ് ഭാര്യയോടുള്ള കടമ നിറവേറ്റ്, രണ്ടുപേരും നിറവേറ്റ്. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്ക് പ്രശ്നങ്ങളുണ്ടോ? ബെഡ്റൂമിൽ കയറി അവിടെ ഇരിക്ക്, ഒരര മണിക്കൂർ സംസാരിക്കും രണ്ടുപേരും. കഥ അടച്ചിട്ട് മക്കളുടെ മുന്നിൽ കടന്ന ചാടണ്ട, മക്കളുടെ മുന്നിൽ ബഹളം ഉണ്ടാക്കണ്ട. ഭർത്താക്കന്മാരുടെ ചില പ്രശ്നം ഭാര്യമാരെ ആക്ഷേപിക്കും, മക്കളുടെ മുന്നിൽ ആക്ഷേപിക്കരുത്, ജനങ്ങളുടെ മുന്നിൽ ആക്ഷേപിക്കരുത്. ഭാര്യ അതേപോലെ ഭർത്താക്കന്മാരെയും ചിലപ്പോൾ തിരിച്ചു ആക്ഷേപിക്കും. പെണ്ണായി ഗതിയില്ലാത്ത വിവരമില്ലാത്ത ഇവന്റെയൊക്കെ തലയിൽ എന്റെ വാപ്പ എന്നെ കെട്ടിവെച്ച് കൊടുത്തല്ലോ പഠിച്ചവന്, വേറെ ഏതായാലും കള്ളുകൂടിയന്റെ കൂടെ പോയാൽ മതിയായിരുന്നു. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ചില പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരുടെ മുന്നിൽ പറയാൻ പാടില്ല. അത് ഏറ്റവും വലിയ തെറ്റാണത്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ചിലപ്പോ ഒരു പക്ഷേ ഈ പെണ്ണിൽ ഒരു മോശ സ്വഭാവം ഉണ്ടെങ്കിൽ ചിലപ്പോ അവിടെ നല്ല സ്വഭാവങ്ങൾ കാണാം. ഒരു ഭർത്താവിൽ മോശ സ്വഭാവം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിന്നെ സന്തോഷിപ്പിക്കുന്ന നല്ല സ്വഭാവങ്ങളും ഉണ്ടാകും.
അതെന്നെ സന്തോഷിപ്പിക്കും. ഒക്കെ ഹദീസുകളും ആയത്തുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ നമ്മളെ തലാഖ് ചൊല്ലി നമ്മുടെ മക്കളെ ആര് നോക്കും? നമ്മുടെ മക്കൾ ഉപ്പ എന്ന് എവിടെ വിളിക്കും? ഉമ്മ എന്ന് എവിടെ വിളിക്കും? ചിന്തിക്കൂ എന്റെ പെണ്ണുങ്ങളെ, എന്തിന്റെ പേരിലാണ് തലാഖ് ചൊല്ലാൻ പോണത്? എന്തിന്റെ പേരിലാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമ്മുടെ കല്യാണം കഴിച്ചു, ശാരീരികമായി ബന്ധപ്പെട്ടു, അതിലൂടെ നമുക്ക് മക്കളുണ്ടായി, ഇനി മരണം വരെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടിയിട്ട് സ്വർഗത്തിലും ഇതേപോലെ ഈ ഭർത്താവും ഈ ഭാര്യയുമായിട്ട് ജീവിക്കാനുള്ള ഒരു പണി, അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കണം. അതുകൊണ്ട് എത്രയും വേഗം തലാഖിന് വേണ്ടിയിട്ട് നമ്മൾ വല്ല പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്ക്, അത് ഒഴിവാക്ക്. ഭർത്താവിന്റെ കയ്യിൽ പോയിട്ട് പൊരുത്തം വാങ്ങ്, അദ്ദേഹവും തിരിച്ചു പൊരുത്തപ്പെട്ടുകൊട് തന്റെ മക്കളെ രണ്ടുപേരും ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടുകൂടി ജീവിതത്തിലേക്ക് വാ. ചെറിയ പ്രശ്നങ്ങൾ മഹല്ലുമായിട്ടോ ഖാദിയുമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ടോ ബന്ധപ്പെട്ട് പരസ്പരം പറഞ്ഞു തീർക്ക്, അല്ലെങ്കിൽ ക്ഷമിക്ക്. അതല്ലാതെ ഒറ്റയടിക്ക് തലാഖും ചൊല്ലി ഡിവോഴ്സും ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വഴി, അവൾ അവളുടെ വഴി, നമ്മുടെ മക്കള് വഴിയാധാരം, ആ മക്കളെങ്ങാനും പിഴച്ചു പോയാൽ ഈ ഉപ്പയോടും ഈ ഉമ്മയോടുമാണ് നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുക. ആ റബ്ബിന്റെ മുന്നിൽ നമ്മളെ ചോദ്യം ചെയ്യുമ്പോ ഈ ഉപ്പയുടെയും ഉമ്മയുടെയും പേരിലാണ് ഞങ്ങൾ പിഴച്ചു പോയതെന്നെങ്ങാനും ആ മക്കള് പറഞ്ഞാൽ നമ്മൾ എത്ര നിസ്കരിച്ചു ഇബാദത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആഖിറത്തിൽ നമ്മൾ നാണം കെടേണ്ടി വരും, നരകത്തിൽ പോകേണ്ടി വരും. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറിയ പാളിച്ചകൾ അതൊക്കെ പറഞ്ഞ് തീർത്ത് അഡ്ജസ്റ്റ്മെന്റായി സന്തോഷമായിട്ട് റാഹത്തായിട്ട് മുന്നോട്ട് പോകും. പിന്നെ കുടുംബ ജീവിതത്തിൽ പ്രശ്നമില്ലാത്തവരാരുമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ രാഷ്ട്രീയക്കാരുടെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം. നിങ്ങൾ വിചാരിക്കുന്ന ഏറ്റവും കൂടുതൽ സുഖലോലുപരായി കഴിയുന്നത് ഫിലിം സ്റ്റാറുകളാണ്, സിനിമ ഫീൽഡാണ്. ദിലീപും പെണ്ണുമ്പിള്ളയും വരെ തലാക്കായി, മനോജ് കെ ജയനും പെണ്ണുമ്പിള്ളയും തലാക്കായി. പിന്നെ കുറെ എണ്ണത്തിന്റെ പേരെ കൊണ്ടാ മറന്നുപോയി. ഇവരൊക്കെ തലാക്കായി. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇവർക്ക് എന്താ കുഴപ്പം? സമ്പത്തിന്റെ കുറവാ, സൗന്ദര്യത്തിന്റെ കുറവാ, എന്തിന്റെ കുറവാ? റിമി ടോമി വരെ തലാക്കായി. ക്രിമിയുടെ കൂടി ചടിച്ചാടി നടന്ന വണ്ണം അത് വരെ തലാക്കായി. എന്തിന്റെ കുഴപ്പം? അത് സൗന്ദര്യത്തിന് കുറവുണ്ടോ, സമ്പത്തിന്റെ കുറവുണ്ടോ, പിന്നെ വേറെ എന്തിന്റെ കുറവാ? നിങ്ങൾ ആലോചിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ വർഷങ്ങളായിട്ട് 25 വർഷം ജീവിച്ച ഉർവശി തലാഖ് ചിന്തിച്ചു നോക്ക്. പിന്നെ ഇവർക്കിടയിൽ ഇതിന്റെ ഇത്രയും സുഖലോല്. പിന്നെ നമുക്കൊക്കെ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിലാണോ ഈ തലാഖ്? അള്ളാഹ് ഇഷ്ടപ്പെടൂല. നമ്മുടെ മക്കളെ പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ മക്കളെ നീ തലാഖല്ലേ, ഇയാള് കൊണ്ട് വേറെ പെണ്ണുണ്ട്, നീ എന്ത് ചെയ്യും? നിന്നെ ആര് കെട്ടും? പൂർവട്ടം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇക്കാമാരെ, പുരുഷന്മാരെ നിങ്ങൾ കുറച്ച് മാപ്പ് ചെയ്തുകൂടെ. സഹോദരി നീയും കുറച്ച് വിട്ടുവീഴ്ച ചെയ്തുകൂടെ. 27 എന്നൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമായി പോയി. നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ഇത് നമ്മുടെ നാടെന്നല്ല, ഓരോ മഹല്ലുകളും കെട്ടിക്കിടപ്പുണ്ട് ഇഷ്ടം പോലെ. ഞാനൊക്കെ കരുനാപ്പള്ളി ജോലി ചെയ്തല്ലേ. ഇപ്പൊ ഞാൻ ഏറ്റവും വലിയ മഹല്ല ഇപ്പൊ ഞാൻ ജോലി ചെയ്തത് തിരുവനന്തപുരത്ത് മണക്കാട് വലിയ പള്ളി 60,000-ഓളം അംഗങ്ങളുള്ള പള്ളിയിലെ ഇപ്പൊ ജോലി ചെയ്യുന്നത്. ഞാൻ ഈ കേസ് ഇട്ട് ഇടപെടില്ല. നമ്മളിത് തലാഖ് ചൊല്ലി കൊടുക്കാനും പോകില്ല, ആ ചർച്ച ചെയ്യാനും പോലെ. അങ്ങനെ മസ്ലഹത്തിന്റെ ഭാഗം വല്ല ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുള്ള അല്ലാതെ ഇത് ഒഴിവാക്കി കൊടുക്കുന്ന ഒരു പ്രശ്നം നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് കഴിവതും അതെല്ലാം ഒഴിവാക്കാതെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ പരസ്പരം പരിഹരിച്ച് ജീവിക്കും ഇൻഷാ അല്ലാഹ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്താലൊക്കെ ഇനി അടുത്ത സന്ദർഭങ്ങളിൽ നമുക്ക് സൗകര്യം പോലെ ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ.